നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലിനെ പറ്റിയിട്ടുള്ളതാണ്. കാരണം ഒരുപാട് ആളിങ്ങനെ വിളിച്ച് ചോദിക്കും, ഡോക്ടറെ മുട്ടുവേദന വന്നിട്ട് ഇത്ര ദിവസമായി, നടുവേദന വന്നിട്ട് ഇത്ര ദിവസമായി, കാലുവേദന, എല്ലാ ജോയിൻസുകൾക്കും വേദന. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഉണ്ടാകുന്ന ഒരു സോക്കേടിൻ്റെ എൻഡ് റിസൾട്ടാണ്. നോക്കി ഒരു പ്രായമാകുമ്പോഴത്തേക്കോ 10 വയസ്സോ 20 വയസ്സോ 30 വയസ്സോ 40 വയസ്സോ 50 വയസ്സോ ആയപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്ന്, ഇതിൻ്റെ ഏറ്റവും കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഡെഫിഷ്യൻസിയാണ് ഇതിൻ്റെ ബേസ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നോട്ട് തന്നെ പ്രാക്ടിക്കലാക്കേണ്ടതാണ്. നമ്മുടെ ഇപ്പോൾ ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ ഗർഭിണിക്ക് കാൽസ്യത്തിൻ്റെ ആവശ്യം സാധാരണ നിന്ന് ഇരട്ടിയായിട്ട് വരും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ എല്ലാ വളർച്ചയ്ക്കും കാൽസ്യം അത്യാവശ്യമാണ്. അതായത് എല്ല്, പല്ല്, തലച്ചോറ്, ഇതിൻ്റെ എല്ലാത്തിനും ആവശ്യമാണ്. പക്ഷേ ഇതിന് ഒന്നും കിട്ടുന്നില്ല. കിട്ടാതെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഈ കാൽസ്യം കുഞ്ഞിന് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അമ്മയുടെ എല്ലും പല്ലും ജോയിൻസും ഇതെല്ലാം പ്രശ്നത്തിലായിട്ട് വരും. അപ്പോൾ ഇതിനൊക്കെ എന്താണ് പ്രതിവിധി? അപ്പോൾ ഇത് ഗൈനക്കോളജിസ്റ്റ് ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. തൊട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ ആൾക്കും ചെയ്യാം. ഇപ്പം നമുക്ക് എല്ലാവർക്കും കാൽസ്യം അത്യാവശ്യമാണ്. കാൽസ്യം പ്രത്യേകിച്ച് തലച്ചോറിന് കാൽസ്യം, വൈറ്റമിൻ D3 എന്ന് പറഞ്ഞത് തലച്ചോറിന് എല്ലാത്തിനും വളരെ അത്യാവശ്യമുള്ളതാണ്, എല്ലാ കാൽസ്യവും. അപ്പോൾ ഈ കാൽസ്യം തന്നെയും ഈ വളരെ കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുക, ഉദാഹരണം നമ്മളൊരു 100 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഈ 100 കുട്ടികൾക്കും കേടുള്ള പല്ലായിരിക്കും. അത് നമ്മൾ ഇംഗ്ലീഷിൽ കാരീസ് ഓഫ് ടീത്ത്, പിന്നെ മലയാളത്തിൽ നമ്മൾ പറയും പുഴുപ്പല്ലെന്ന് പറയും. അതേസമയം ഡെവലപ്പ് കൺട്രീസ്, ഞാൻ പറയുന്നതിൻ്റെ കാരണം അവരെത്രയും ബോധവാന്മാരാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ ഡെവലപ്പ് കൺട്രി യൂറോപ്പിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് പോലും നോക്കാം കാരീസ് ഓഫ് ടീത്ത് കാണാനില്ല, പുഴുപ്പല്ലില്ല. അതിൻ്റെ കാരണം അവരെല്ലാം വളരെ ബോധവാന്മാരാണ്. ഇപ്പോൾ നമ്മുടെ പറയാം, ഇന്ത്യയെ പോലൊരു രാജ്യത്ത് 100-150 കോടി ജനങ്ങൾ കിടക്കുന്നിടത്ത് ആരെ ശ്രദ്ധിക്കാനിരിക്കുന്നത്? ഇവിടെ ന്യൂട്രീഷനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ആരും. എന്താഹാരം കഴിക്കണമെന്നോ കുടിക്കണമെന്നോ ആർക്കും അറിയില്ല. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. എന്നാൽ എല്ലിന് തേയ്മാനത്തിൻ്റെ കാരണം കാൽസ്യമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ ജോയിൻറ്റുകൾക്ക് ഈ കാൽസ്യം, ഈ ഗ്ലൂക്കോസാമൈൻ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറയും. അതായത് നമ്മൾ വണ്ടികൾക്കൊക്കെ ഗ്രീസ് കൊടുക്കത്തില്ല, അതുകൊണ്ട് ഗ്രീസാണ് ഇതിന്. ആ ഗ്രീസ് പല കാരണങ്ങൾ കൊണ്ടും കുറയും. ഇപ്പോൾ ഉദാഹരണം, അമിതമായിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറയാം, പിന്നെ ആൽക്കഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറയാം, പിന്നെ അതുപോലെ പല കാരണങ്ങൾ കൊണ്ടും അത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം അതും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, പിന്നെ ഓസ്റ്റിയോപൊറോസിസ്, ഇതുപോലെ പല കണ്ടീഷനാണ്. ഞാനിപ്പോൾ അതേപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നമുക്കിപ്പോൾ ഈ ഒരു സൊല്യൂഷനെ പറ്റി പറയാം. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ, ക്വാളിഫൈഡ് ഡോക്ടറെ, അത് ഏത് സിസ്റ്റം ആയാലും കുഴപ്പമില്ല, അവരെ പോയി കണ്ടു കഴിഞ്ഞിട്ട് അന്നേരത്തേക്കുള്ള വേദന സംഹാരിയെ മാത്രം പോരാ. വേദന സംഹാരി ഒരിക്കലും നമുക്കൊരു സൊല്യൂഷനല്ല, പെർമനൻറ്റ് സൊല്യൂഷനല്ല. താൽക്കാലികമായിട്ട് നമുക്ക് വലിയൊരു തലവേദന വന്നു, അപ്പോൾ നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യം, വേദന സംഹാരി ഏതെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മാറും. അത് കഴിഞ്ഞിട്ട് ഈ വേദന സംഹാരി കഴിക്കുന്നതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കണം. 1. 2, ഈ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒരു സാധനവും ഇല്ല. പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് പറയാം, നമുക്കിപ്പോൾ ഇന്ത്യക്കാരെ പറ്റി എടുത്താൽ മതിയല്ലോ, എല്ലാം കെമിക്കൽ, വിഷാംശമുള്ള ഫുഡാണ് കംപ്ലീറ്റ് കിട്ടുന്നത്. അതിൽ ഒരു വൈറ്റമിൻസും ഇല്ല, മിനറൽസും ഇല്ല, ട്രേസ് മിനറൽസും ഒന്നുമില്ല, എല്ലാം വിഷമാണ്. എൻഡോസൾഫാൻ പോലെ മാരകമായിട്ടുള്ള വിഷമാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെയും ഇത് നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും എഫക്റ്റ് ചെയ്യും. പിന്നെ ലോകത്തിൽ ബാൻ ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് ഷുഗർ, വെള്ള പഞ്ചസാര. ഇവിടെ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് പോയ്സണാണത്. അത് ഏറ്റവും വലിയൊരു തകരാറുണ്ടാക്കുന്നതാണ്. കാരണം ഈ ബോൺ ഡിസീസിൻ്റെ ഒരു 99% കാരണക്കാരൻ ഈ വൈറ്റ് ഷുഗർ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ കാരണം
ഈ കരിമ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഷുഗർ കെയിൻ അതുപോലെ നിന്നാണ് ഷുഗർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കിയിട്ട് അതിൻ്റെ പേര് നമ്മൾ ബ്രൗൺ ഷുഗർ എന്ന് പറയും. അത് കറുത്ത ബ്രൗൺ കളറിലിരിക്കും. പക്ഷേ ബ്രൗൺ ഷുഗർ വേറെയുണ്ട്, പിന്നെ മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്ന അത് വേറെയാണ്. അപ്പോൾ ഇത് ബ്ലീച്ച് ചെയ്യുന്നു. ആക്ച്വലായിട്ട് ഈ ബ്രൗൺ ഷുഗർ ബ്ലീച്ച് ചെയ്യേണ്ട യാതൊരു കാര്യവും വരുന്നില്ല. കാരണം ഇതിൻ്റെ ബ്ലീച്ചിങ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ കെമിക്കലാണത്. അതായത് ബ്ലീച്ചിങ് പൗഡറിനേക്കാൾ പവർഫുള്ളാണ്. അങ്ങനെ അതുകൊണ്ടാണ് പഞ്ചസാര നല്ല മിനുമിനായിരിക്കും. ആദ്യമായിട്ടാണ് നമ്മൾ പഞ്ചസാരയും അതുകൊണ്ടുള്ള പ്രോഡക്റ്റുകളും വീട്ടിൽ വാങ്ങിക്കാതിരിക്കുക. അതിന് പകരമായിട്ട് ഈ പഞ്ചസാരയിൽ നിന്നെടുക്കുന്നതുകൊണ്ട് ബ്രൗൺ ഷുഗർ ബ്ലീച്ച് ചെയ്യാത്ത ഉപയോഗിക്കാം. അത് മാർക്കറ്റിൽ ബ്ലീച്ച് ചെയ്തതിന് ബ്ലീച്ച് ചെയ്തതിന് വില കുറവും, ബ്ലീച്ച് ചെയ്യാത്തതിന് വില കൂടുതലും. നേരെ തിരിച്ചാണ് വരേണ്ടത്. പക്ഷേ ഇതൊരു മാർക്കറ്റാണ്. ഇത് ലോകം മുഴുക്കയും ബാൻ ചെയ്യേണ്ടതാണ് ഈ ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്ട്സ്. അതായത് വൈറ്റ് ഷുഗർ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ തന്നെയും ഇതിപ്പം ഏത് ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അമിതമായിട്ട് പഞ്ചസാര ചേർത്തിട്ടുള്ളതാണ് നമ്മൾ കഴിക്കുന്നത്. അത് മാത്രം മതി എല്ലും പെല്ലും പൊഴിയാനായിട്ട്. ഇപ്പോൾ ഉദാഹരണം ഒരറിവിന് വേണ്ടിയെങ്കിലും പറയാം. ചില ക്രിമിനൽസിനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഞ്ചസാര വെള്ളം കലക്കി കൊടുക്കും. കാരണം അന്നേരം തന്നെ അവൻ്റെ എല്ല് തേയ്മാനം തുടങ്ങും. അപ്പോൾ നമ്മൾ അമിതമായിട്ടല്ല, മിതമായിട്ട് പോലും ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല. ആൻഡ് ഷുഗർ പ്രോഡക്ട്സ് ഇത്രയും ഈ ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്റ്റ് എന്ന് കഴിഞ്ഞാൽ ഇതാദ്യം ബെല്ലിനെയും പല്ലിനെയാണ് തകർക്കുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ പനങ്കൽക്കണ്ട് ഉപയോഗിക്കാം, പിന്നെ കറുത്ത ശർക്കര ഉപയോഗിക്കാം, കരിപ്പെട്ടി ഉപയോഗിക്കാം. ഇതൊന്നും ബ്ലീച്ച് ചെയ്യുന്നില്ല. അതേസമയം വെളുത്ത ശർക്കരയുണ്ട്, അതും ബ്ലീച്ച് ചെയ്യുന്നുണ്ട്. ബ്ലീച്ച് ചെയ്യാത്ത ഈ ഷുഗർ നമുക്ക് ഉപയോഗിക്കാം, ധാരാളം ഉപയോഗിക്കാം. പിന്നെ ഐസ്ക്രീം ഇതുപോലൊക്കെ ഉള്ളത് കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ ഇതെല്ലാ ഫംഗ്ഷനും പോയി കഴിഞ്ഞാൽ എല്ലാം മധുരമല്ലേ. പിന്നെ നമ്മൾ ജങ്ക് ഫുഡെന്ന് പറയും, ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കണം. പിന്നെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മുഴുക്കെ എല്ലാം കെമിക്കൽസ് ചേർന്നത്. ഈ കെമിക്കലെല്ലാം നമ്മുടെ ജോയിൻസുകളെയും അഫക്റ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകൾ, പിന്നെ കാൽസ്യത്തിൻ്റെ കുറവുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ടാണ് നമുക്ക് ഈ ജോയിൻറ്റും തേയ്മാനമൊക്കെ വരുന്നത്. അപ്പോൾ ഇതിന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വളരെ ദോഷം തന്നെ. എണീറ്റ് നടക്കാൻ പോലും പറ്റില്ല. ഇതിപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെയും കാണുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ജങ്ക് ഫുഡാണ് കൂടുതലും കഴിക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്നത്, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ഈവൻ ആൻജിയോഗ്രാം എങ്ങനെ ഒഴിവാക്കാം. കാരണം ഇത് മൂന്നും ചെയ്യാൻ പറ്റില്ലാത്ത ഒരുപാട് ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ട്. അതേസമയം ബ്ലോക്ക് മാറാൻ ഏറ്റവും നല്ലത് ലേസർ തെറാപ്പി എന്ന് പറഞ്ഞ് നൂതനമായിട്ടുള്ളൊരു വൈദ്യശാസ്ത്രമാണ്. ഇത് നൂതനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സിസ്റ്റത്തിലും വരുന്നതാണത്. ഇപ്പോൾ അലോപ്പതിക് ഡോക്ടേഴ്സിന് മാത്രമല്ല മറ്റെല്ലാ സിസ്റ്റക്കാർക്കും ഉപയോഗിക്കാം. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെറ്റിനറി ഡോക്ടേഴ്സ് വരെയും ഈ ലേസർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലേസറിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ ഉള്ളതുകൊണ്ട് റേഡിയേഷൻ ഇല്ലാത്തതുകൊണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബീംസാണ്. ഇത് പോയിട്ട് ആവശ്യമില്ലാത്ത സെല്ലുകൾ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളയും. ഇപ്പം ബ്രെയിൻ ട്യൂമറായിട്ട്, ലിവർ ട്യൂമറാവട്ടെ, പാങ്ക്രിയാസ് ട്യൂമർ, അത് അതിന് പറയുന്നത് ഇന്നോപ്പറബിൾ ക്യാൻസറിന് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് നിങ്ങൾക്കൊരു വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.